ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ ഞാൻ ഒരുപാട് ഷോർട്സുകൾ മാത്രം ഇട്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ അങ്ങനെ ഫൈനലി ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് കാരണം ഇൻസ്റ്റഗ്രാമാണ്. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ മൊത്തവും ഇത് തന്നെയാണ് ഐറ്റം. ക്രോഷേറ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്നത്. കണ്ട് എനിക്കും ഒരാഗ്രഹം ഇത്രയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. എന്താവും നമ്മൾ നാളെ ഇതിൻ്റെ ഒരു വലിയ സംഭവം ഇല്ലെങ്കിലും എന്നാലും നോക്കിയേക്കാന്ന് പറഞ്ഞിട്ടാണ് പരിപാടി പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഷോപ്പിൽ പോയി, നമ്മുടെ പുനലൂരിൽ പോയിട്ട് ഞാൻ വാങ്ങിയതാണ്. ആർഭാടത്തിൽ ഇത്രയും കളർ വാങ്ങിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴെപ്പോഴും കടയിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം നാട്ടിൽ എപ്പോഴും ഇല്ലാതെ എപ്പോഴും പോകാൻ ഞാൻ കുറച്ച് ആർഭാടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് 15 രൂപയാണ് വരുന്നത്. അപ്പം ഞാനും പഠിക്കുകയാണ്. ഇപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളും പഠിച്ചോളൂ. ഞാനങ്ങനെ കടയിൽ പോയിട്ട് ചോദിച്ചു, ഞങ്ങളെ ക്രോഷേറ്റ് ചെയ്യാനുള്ള സാധനം നൂല് വേണം. ഏത് നൂല് നോക്കിയപ്പം ഒരു ലോഡ് നൂല്, വലുത് ചെറുത്, കോട്ടൺ അല്ലാത്തത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞൊരു പഞ്ഞി മീൻസ് എനിക്ക് അതിൻ്റെ പേരറിയില്ല, പഞ്ഞി പോലത്തെ അങ്ങനെ ഒരു ലോഡ് സാധനം. അതിനകത്തോട് ഞാൻ കണ്ടുപിടിച്ചാണ് ഇതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങും. പഠിക്കുകയാണല്ലോ, പതിയെ പഠിക്കാം. 15 രൂപയാണ് ഇതിന് വരുന്നത്. ഇത്രയും കളേഴ്സ് ഞാൻ എടുത്തു. അതിലൂടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മെയിൻ സാധനം ഹുക്കാണ്. ഞാനപ്പം അവിടെ കടയിൽ നിന്നുകൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണത്. അപ്പം എന്നെപ്പോലെ പോകുന്നവരാണെങ്കിൽ ഈ സാധനമാണ് വേണ്ടത്. ഫസ്റ്റ് നൂലെന്ന് പറയുന്നത് കോട്ടൺ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നീഡിൽ കയറ്റി ഇറക്കുന്നത് കാണാനും വിസിബിലിറ്റിക്ക് നമുക്ക് കയറ്റി ഇറക്കാനും എളുപ്പമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഹുക്ക് വരുന്നത് നമ്മുടെ എർഗോണമിക്കിൻ്റെ ഹുക്കാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ മെറ്റൽ ഇതാണ് ഐറ്റം. വരുന്നത് 5 mm കേട്ടോ. 5 mm ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 mm ഹുക്ക്, അത് മെറ്റൽ തന്നെ എടുക്കാൻ നോക്കുക. അതുപോലെ യാൺ കോട്ടൺ എടുക്കുക, ലൈറ്റ് കളർ എടുക്കുക. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ പോയി പഠിച്ചിട്ട് ഇതിൻ്റെ സ്കില്ല് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഞാൻ യൂട്യൂബിൽ പോയിട്ട് കുറച്ച് പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സിംഗിൾ സ്റ്റിച്ചാണ് പഠിച്ചത്. വലിയ മെനയൊന്നും ഇല്ലെങ്കിലും ഒരു 10 മിനിറ്റ് അവർ പറയുന്നത് പോലെ സമാധാനത്തെ അതുപോലെ ചെയ്താൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്തതാണ്. അപാകതകളുണ്ട്, പിന്നെ ബിഗിനർ ആകുമ്പോൾ ഫുള്ളങ്ങ് സെറ്റ് ആകത്തില്ലല്ലോ. പുള്ളി പറയുന്ന പോലെ അപ്പോൾ ശരിയാക്കി തരാം. ഇത് സിംഗിൾ സ്റ്റിച്ച് കേട്ടോ. പരിപാടി കൊള്ളാം. കാരണം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഡേ ബൈ ഡേ ഞാൻ ഉൾപ്പെടെ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി എവിടെ പോകണമെങ്കിലും ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്തൊരു കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ എണ്ണിക്കുമ്പോൾ ബെഡിൽ നിന്ന് തന്നെ ഫോൺ എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോകണത്. ഫോണില്ലാണ്ട് ഒരു സ്ഥലമില്ല. സോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അവർക്കൊരു ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പടം വരയ്ക്കുമോ അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ എൻഗേജ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലത്തെ ക്രോഷ്യോ സാധനങ്ങളൊക്കെ, ക്രോഷ്യോ പെയിൻറ്റിങ്, അത് പക്ഷേ ആക്ച്വലി ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ അവരോടൊപ്പം അപ്ഡേറ്റ് ആയിട്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയിൻ ചെയ്തതുപോലല്ല സെക്കൻഡ് ചെയിൻ. ഇത് കുറച്ച് വള്ളിക്കെട്ടാണ്. ഇതുപോലെ തന്നെ വള്ളിക്കെട്ടാണ് കുറച്ച് ചെയ്യാനായിട്ട്. ഇത് കുറച്ച് ആദ്യമത്തെ ചെയ്യാൻ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നല്ല രസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ രസത്തിൽ ചെയ്യാൻ പറ്റും. ഒരു മെനയൊക്കെയാണ് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ചെയിൻ എന്നാണ് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ ഈ നൂലിനെ ഈ വിരലിൻ്റെ ഇടയിലേക്ക് വെക്കണം. ഈ പോർഷനെ താഴെ പിടിക്കണം. ദെൻ ഇനിയിപ്പം നമ്മളിപ്പോൾ 2 ചെയിൻ ചെയ്യുമ്പോൾ 2 കണ്ണ് വിട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3ാമത് വരുമ്പോൾ 3 എണ്ണം എടുക്കണം എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സോനാപ്പിൾ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് പണിപ്പെടും. നമ്മളിതൊന്ന്
എന്താ 3 ഇല്ലല്ലോ, ഇതെങ്ങനെയാവാ? ഓ 3 ഹോളിൽ കൂടെ കയറ്റണമായിരിക്കും. ഓ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നോക്കി ഒന്നുകൂടെ പഠിച്ചിട്ട് വരട്ടെ ബാക്കി. പക്ഷെ നമ്മൾ പഠിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു വീഡിയോ മാത്രം കണ്ട് ഒന്നും ചെയ്യരുത്. യൂട്യൂബിൽ തന്നെ ഒരുപാട് ഇംഗ്ലീഷുകാർ ഈസി ട്രിക്കിലൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ ഫസ്റ്റ് സ്റ്റിച്ച് ഓക്കെ ആയിരുന്നു, പക്ഷേ ഡബിൾ സ്റ്റിച്ച് എനിക്ക് ഇങ്ങനെ ചെയ്തിട്ടും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ വേറെ കുറേ വീഡിയോ റെഫറൻസ് കണ്ടതിന് ശേഷം അതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഓക്കെ ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ, ഡബിൾ സ്റ്റിച്ച്. അപ്പോൾ നോക്കിയേ ഡബിൾ സ്റ്റിച്ച് കിട്ടിയതുണ്ടോ? ആക്ച്വലി ഇത് ഇത്രയും വന്നുള്ളെങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനത്തെ കുരുന്നുള്ള പണികളൊക്കെ ചെയ്യുന്നവർക്കറിയാം ഇത് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈസ്ലെസ് ആണ്. ഇറ്റ്സ് വാസ് പ്രൈസ്ലെസ്. ആക്ച്വലി ഐ എം സോ ഹാപ്പി. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റാർട്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പരിപാടി പിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴാണ് മെയിനായിട്ട് ഞാനിതൊക്കെ ഓർപ്പോൾ. ട്രെയിനിൽ ഞാൻ 7-8 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരുന്നിരുന്ന് ഫോണിലെ ചാർജും പോയി, അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനില്ലാതെ പടം വരയ്ക്കാൻ എടുത്തുകൊണ്ട് പോയാലും നമുക്കൊന്നും സ്കെച്ച് ചെയ്യാൻ പറ്റത്തില്ല, ആട്ടവും കുലുക്കവും കാരണം പോകും. പക്ഷേ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എല്ലാവർക്കും അങ്ങനെയല്ല, എനിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പൊളിക്കും. നമ്മൾ ക്രോഷ്യ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ നമ്മൾ 2 ലെയർ സ്റ്റിച്ചിങ് പഠിച്ചു എന്നല്ല, ഏകദേശം ഫസ്റ്റ് നമ്മളൊന്ന് ഏകദേശം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് രീതി എന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മളെന്തായാലും ഇത് കളയാൻ പോകുന്നില്ല, എന്തായാലും നന്നായിട്ട് പഠിക്കണം. സോ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ 5mm മേടിക്കുക. നല്ല നൂല്, എൻ്റെ നൂലിന് നല്ല ക്വാളിറ്റി കുറവുണ്ട്, കാരണം പഠിക്കാനായതുകൊണ്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയത്. പക്ഷേ കുറച്ചുകൂടി നല്ലത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും. കോട്ടൺ നോക്കി വാങ്ങുക. പിന്നെ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ബൈ ബൈ.